ഒരു യുവതി കുഞ്ഞിനെ പിന്നിൽ കെട്ടി കുതിരപ്പുറത്ത് കയറി ഒരു സാമ്രാജ്യത്തോട് യുദ്ധം പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇതൊരു കഥയല്ല, ഇത് ധൈര്യത്തിന്റെ പേരാണ്. ഝാൻസി റാണി. 1828 വാരണാസിയിൽ ഒരു പെൺകുട്ടി ജനിച്ചു. അവളുടെ പേര് മണികർണിക. വീട്ടുകാർ സ്നേഹത്തോടെ അവളെ മനു എന്ന് വിളിച്ചിരുന്നു. ചെറുപ്പം മുതൽ അവൾക്ക് ധൈര്യവും ആത്മവിശ്വാസവും കൂടുതലായിരുന്നു. അന്നത്തെ കാലത്ത് പെൺകുട്ടികൾ വീട്ടിലിരുന്ന് പഠിക്കുകയും സാധാരണ ജീവിതം നയിക്കുകയും ചെയ്തിരുന്നുവെങ്കിലും മനുവിന് കുതിരസവാരിയും വാൾപ്പയറ്റും പഠിക്കാൻ വലിയ താല്പര്യമുണ്ടായിരുന്നു. പിന്നീട് അവൾ ഝാൻസി രാജാവായ ഗംഗാധർ റാവിനെ വിവാഹം ചെയ്തു. വിവാഹത്തിന് ശേഷം അവൾ ലക്ഷ്മിബായി എന്ന പേരിൽ അറിയപ്പെട്ടു. രാജ്യം നന്നായി മുന്നോട്ടു പോകുന്ന സമയത്ത് അവരുടെ ജീവിതത്തിൽ ഒരു വലിയ ദുരന്തം സംഭവിച്ചു. അവരുടെ കുഞ്ഞ് ചെറുപ്രായത്തിൽ തന്നെ മരിച്ചുപോയി. കുറച്ചു കാലത്തിനകം രാജാവും അസുഖബാധിതനായി അന്തരിച്ചു. രാജാവിന്റെ മരണത്തിന് ശേഷം ലക്ഷ്മിബായി ഒരു കുഞ്ഞിനെ ദത്തെടുത്തു. എന്നാൽ ആ സമയത്ത് ബ്രിട്ടീഷ് ഭരണകൂടം ഇന്ത്യയിൽ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവർ ഡോക്ട്രൈൻ ഓഫ് ലാപ്സ് എന്ന നിയമം ഉപയോഗിച്ച് ദത്തെടുത്ത കുട്ടിക്ക് രാജാവാകാനുള്ള അവകാശം ഇല്ലെന്ന് പ്രഖ്യാപിച്ചു. അതിന്റെ പേരിൽ ഝാൻസി രാജ്യം പിടിച്ചെടുക്കാൻ അവർ തീരുമാനിച്ചു. ലക്ഷ്മിബായി അതിനെ അംഗീകരിച്ചില്ല. അവൾ രാജ്യം സംരക്ഷിക്കാനുള്ള തീരുമാനമെടുത്തു. 1857 ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ ബ്രിട്ടീഷുകാർക്കെതിരെ വലിയ കലാപം പൊട്ടിപ്പുറപ്പെട്ടു. ലക്ഷ്മിബായും അതിൽ പങ്കുചേർന്നു. അവൾ സൈന്യത്തെ ഏകോപിപ്പിച്ചു. ധൈര്യത്തോടെ യുദ്ധഭൂമിയിൽ ഇറങ്ങി. ബ്രിട്ടീഷ് സൈന്യം ശക്തമായിരുന്നു. നിരവധി ദിവസങ്ങൾ നീണ്ട പോരാട്ടങ്ങൾക്ക് ശേഷം അവസ്ഥ കഠിനമായി. പക്ഷെ ലക്ഷ്മിബായി അവസാന നിമിഷം വരെ പിന്മാറിയില്ല. 1858 ജൂൺ 18 നടന്ന യുദ്ധത്തിൽ അവൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. പിന്നീട് അവൾ മരണപ്പെട്ടു. അവളുടെ മരണം ഒരു വ്യക്തിയുടെ മരണമായി മാത്രം നിൽക്കുകയില്ല, അത് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഒരു ശക്തമായ ചിഹ്നമായി മാറി. ഒരു സ്ത്രീയും ഒരു രാജ്ഞിയും എത്രത്തോളം ധൈര്യത്തോടെ സ്വന്തം രാജ്യത്തിനായി നിലകൊള്ളാം എന്നവൾ ലോകത്തിന് കാണിച്ചു കൊടുത്തു. ഇന്നും അവളുടെ പേര് ഇന്ത്യയിലെ ധൈര്യത്തിന്റെ പ്രതീകമായി ഓർക്കപ്പെടുന്നു. ലക്ഷ്മിബായിയുടെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത് സാഹചര്യങ്ങൾ എതിരായാലും നഷ്ടങ്ങൾ വന്നാലും ശരിയെന്ന് വിശ്വസിക്കുന്ന കാര്യത്തിനായി നിൽക്കാൻ ധൈര്യം വേണം. ധൈര്യം ശരീരത്തിന്റെ ശക്തിയല്ല, മനസ്സിന്റെ ഉറച്ച തീരുമാനമാണ്. നന്ദി.